എടാ അനിത് വേ എന്തോ നിനക്ക് ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? എനിക്ക് പോലീസായ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയുണ്ടത്? കുഴപ്പമില്ല, നിന്റെ ഇതിൽ നീ പോലീസ് ആവും. നീ ഞാൻ അറിയോ ചെറിയ ചിലവന്മാരെ ഞാൻ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുന്നോട്ട് നീ വെച്ച് ഇരി ആനിക്കോടി പോലീസ്. ടീച്ചറെ, എനിക്ക് ആ ഭാവിയിൽ നല്ലൊരു അമ്മയാകാനാണ് ആഗ്രഹം. പഠിച്ചിട്ടോ? പഠിച്ച് നല്ലൊരു അമ്മയാകണം. അമ്മയാകാനാണ് നീ പഠിക്കാൻ വരേണ്ട കാര്യമില്ലല്ലോടി. അയ്യോ, പഠിക്കാതിരുന്നാൽ ഞാൻ എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എന്തോ എടുത്തിട്ട് വെച്ച് പഠിപ്പിക്കും. അവളെ മൂത്ത മോനെ ടീച്ചർ വന്ന് ട്യൂഷൻ എടുക്കുമോ? അവനാ പഠിക്കാൻ മോനെ പഠിക്കാൻ മണ്ടനവന്. അവിടെ ഇരുന്നേ. അവൻ നല്ല ട്യൂഷൻ വിടുതി അവനെ. നമുക്കത് ഈ കണക്ക് വിളിക്കാം. ഇല്ലാത്ത കണക്ക് കൊണ്ട് വരും. 6ന്റെ പട്ടിക ചൊല്ലിയേ. 1 6 2 6 മീനച്ചിലാറ്, പമ്പയാറ്. എന്ത് പടി പറയുന്നേ? 2 6. പക്ഷെ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഇതൊക്കെ എങ്ങനെ പഠിപ്പിച്ചു? ടീച്ചറെ, ഒന്നിന്റെ പറയാവോ? അല്ല, പിന്നെ വണ്ടിന് പോണം. പോട്ടുവാ, പെട്ടെന്ന് പോട്ടുവാ. പോ. അയ്യോ, നീ 8ന്റെ പറയാടാ. അവളെ പോയത് നിമിത്തം എന്റെ നെഞ്ചത്തോട്ട് ഒരൊട്ടെ ഇരിക്കട്ടെ. ഒരു 16 ഒരൊട്ടെ 8 16 8 18 ആരോട് പയറ്റട്ടെ എന്ന്? പയറ്റട്ടെ 80. നീ ഇരി 80. എനിക്ക് ആരേത്? ഹലോ, വനജ ടീച്ചറെ. എന്റെ ചാക്കോ സാറേ, ഞാൻ വസന്ത ടീച്ചറാണ്. ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞു. അല്ല, വസന്ത രണ്ടിലും വായാണല്ലോ. എന്റെ വാലിരിക്കുന്ന വല്ലതും കേൾക്കും ടീച്ചർ സാറ് കേട്ടാ. വെച്ചിട്ട് പോയൊന്ന്. ടീച്ചർ എന്തൊരു കഷ്ടമെന്ന് പറയുന്നേ. നിങ്ങൾ അടുത്ത വിഷയത്തോടെ ബയോളജി പഠിക്കാം. വിളിച്ചേ. നീ അത് കേൾക്കാതെ പോയിക്കോ. എണീച്ച് ബയോളജി പഠിക്കാം. ടീച്ചർ, കയറി നീ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോരുത്. ഇല്ല. മലമ്പനിയുടെ ലക്ഷണങ്ങൾ പറയടാ. മലമ്പനിയുടെ ലക്ഷണം? മലമ്പനി മുള്ളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. കാട്ടിൽ മാത്രം മലമ്പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു ജീവിയാണ്. മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുള്ള ഇങ്ങനെ കുടയുകയും ചെയ്യും. അത് മുള്ളംപന്നി. നീ മലമ്പനിയെ കുറിച്ച് അതിനടുത്ത് ഞാൻ ചോദിച്ചു. മലമ്പനി അറിയാമോ? മലമ്പനിയെ കുറിച്ച് അറിയാവോ? അറിയത്തില്ല. മലമ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഭാരം കുറവ് അനുഭവപ്പെടും, ക്ഷീണം കാണും, സ്ഥിരമായിട്ട് ചുമ കാണും. എഴുതി വെക്കത്. കഴുത്തിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയുടെ പേര് പറഞ്ഞ ആനി. തറയോട് ഗ്രന്ഥി. കമഴ്ത്തോട് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി. എഴുതി വെച്ചത്. ആപ്പിളിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്ന എവിടാ പറഞ്ഞേ? തൊലിക്കല്ലേ? എന്നോടാണോ? അതിന്റെ തൊലിക്കല്ലേ? കറക്റ്റ് ഉത്തരം. ഇരുന്നേ, അവിടെ കേട്ട് പണിയടിയാന്ന് പറയുന്നത് കേട്ടാവൻ. നമുക്ക് അടുത്ത വിഷയം എടുക്കാവേ. ഹിസ്റ്ററി. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ആരാ ജില്ല? പറ. ഞാനോ? അല്ലെന്തോ അനന്ത് പറ. അനന്ത് വന്ന ഒരു ജില്ല. ഞാനല്ല പറ. നീ പറയാനാ പറഞ്ഞത് അവള്. 15. 15? 14 കഴിഞ്ഞൊരു ജില്ലയുണ്ട് സാറേ. അതേ ജില്ല? ദുംതനക്കട ജില്ലയല്ലേ? അതൊരു ജില്ലയല്ലേ? എന്തോ ഇരിക്കട അവിടെ. ഒരു പാട്ടും പഠിച്ചോണ്ട് വന്നിരിക്കുക. 3 ജില്ലകളുടെ പേര് പറഞ്ഞേടി. കൊല്ലത്തില്ല. കൊള്ളത്തില്ലയോ? കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല, പിന്നെ എന്തുവാണ്? വോൾട്ടേജ് ജില്ല. ആർക്ക്? അല്ല, ആർക്ക് വോൾട്ടേജ് ജില്ല? കോട്ടയം ജില്ല. അയ്യോ, 2 കൊള്ളാം. ഇരി അവിടെ. എന്തോ കേരളത്തിൽ എത്ര നദികളുണ്ട് പറയടാ. കേരളത്തിൽ എത്ര നദിയോ? നദി എത്ര നദി? എൻ്റെ നല്ല കേരളത്തിൽ ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റ് എല്ലാം നല്ലതാ. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പേര് ഒന്ന് അഭിനയിച്ചിട്ടാണ്. ആ നടിമാരെ കുറിച്ച് നമുക്ക് അത്ര. നടിയല്ലടാ, നദികളുണ്ടെന്ന് പറഞ്ഞു കേരളത്തിൽ. നദിയോ? നദി അറിയത്തില്ല. 44 നദികളുണ്ട്. എഴുതി വെച്ചേ. 44. കേരളത്തിലെ. അടുത്തത്, ഈയവും ചെമ്പും ഉരുകിച്ചേർന്ന് നിർമ്മിക്കുന്ന ലോക സങ്കരം ഏത്? അറിയത്തില്ല. ഓട്. പിന്നെന്തുവാ ടീച്ചറെ? അറിയത്തില്ലെങ്കിൽ ഓടെന്ന് പറഞ്ഞ വെങ്കല എഴുതി വെക്കത്. കേൾക്കാൻ വേണ്ടി ഇറങ്ങിയോടെ. ഒരു രക്ഷയില്ല 2 കൊണ്ട്. എന്തുപോലും പഠിക്കാൻ എന്തുപോലും പുറമോട്ടാ. ശാസ്ത്രമേളയ്ക്ക് പോയിട്ടും ഇല്ല. വേറെ വല്ലതും കഴിവുണ്ടോ? യൂത്ത് ഫെസ്റ്റിവൽ അടുത്ത മാസം വരുന്നു. ചേർന്നിട്ടുണ്ടോ? ടീച്ചറെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയം. യൂത്ത് ഫെസ്റ്റിവലിനെ നമ്മൾ ജനറൽ കോളേജിൽ ചേരാൻ പറ്റുമോ? ഈ ചോദ്യ ഉത്തരങ്ങൾ ജനറൽ കോളേജോ? നിനക്ക് അറിയാവുന്ന വിഷയത്തിൽ കയറി പിടിയിടി. നീ അറിയാവുന്ന വിഷയത്തിൽ നീ ഇതിനകത്ത് ചേർന്നായിരുന്നു. ഉപന്യാസ മത്സരത്തിനകത്ത് ചേർന്നോ? ഉപന്യാസത്തിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞേ. ഇവിടെ വന്ന് പറയടി. നമസ്കാരം. മാന്യ സദസ്യന് എന്റെ കൂപ്പുകൈ. എനിക്കിവിടെ എന്നിൽ നിക്ഷിപ്തമായ വിഷയം പ്രപഞ്ചമാണ്.
പ്രപഞ്ചമാണല്ലോ നമ്മളെല്ലാവരും ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിലാണ് എല്ലാ സത്യവും. പ്രപഞ്ചമാണ് സത്യം. പ്രപഞ്ചത്തിൽ നാം ഉണ്ടാകുന്നു, ജനിക്കുന്നു, എല്ലാം. ഈ പറഞ്ഞ ടീച്ചർ ഉൾപ്പെടെ പ്രപഞ്ചത്തിലാണ്. പ്രപഞ്ചത്തിലാണ്. ഇതോടുകൂടി എന്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. പ്രപഞ്ചം പഠിക്കുന്നു. വല്ലാത്ത കഷ്ടം തന്നെ അടിക്കുന്നു. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ? എനിക്ക് മിമിക്രി പറയുവാ. ഏതാ കാണിക്കുന്നേ? മാന്യ സദസ്സിനെ നമസ്കാരം. അതൊന്നും വേണ്ട, നീ കാണിയേര്. ആദ്യമായി ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ട്രെയിൻ പോന്ന്. വീടുക്ക അന്ന് കാണിച്ചേ. അതേത് ട്രെയിനാടാ അത്? വന്ദേ ഭാരതാ പോയെ. പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത എന്താ കഴിവുണ്ടോ അത് പറ. അടുത്തത് കുയില്. ഒരു കാടിനുള്ളിൽ കുയില് കൂട്ടി മുട്ടയിട്ടിരിക്കുന്നു. ഒരു വേടൻ അതിലെ തോക്കും കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ ഉണ്ടാകുന്ന കുയിലിനുണ്ടാകുന്ന ഒരു അവസ്ഥ. വീടുകളും ഉണ്ടായിരിക്കുന്നേ. വേടനടുത്തേക്ക് മിന്റെ വെടിവെക്കില്ലയോ? എന്താണ് ഇത് കാണിക്കുന്നേ? വേറെ വല്ല ഐറ്റം ഉണ്ടോ എന്റെ കയ്യില്? വേറെ ഉണ്ട്. മറ്റേ പറഞ്ഞിട്ടടി ഇറച്ചിക്കോഴിയുടെ അറിയാം. ഒന്ന് കാണിച്ചത്. ടീച്ചർ മാർക്കേ. ഇതെന്തുവാ? കഴുത്ത് കടിച്ച ആ പാട്ടയിൽ ഇട്ടതാ. വല്ലാത്ത മെനക്കെടാ നിന്നെ കൊണ്ടൊക്കെ. നിനക്ക് വേറെ എന്താ കഴിവുണ്ട്? സമൂഹഗാനത്തിന് ഞങ്ങൾ രണ്ടുപേരും പേര് രണ്ടും ഒരുമിച്ചാ പാടുന്നത്. നീ അതെങ്കിലും ഞാനൊന്ന് കാണട്ടെ. വാ. മാന്യ സദസ്സിന് അത് വേണ്ടത്. അത് വേണ്ട. ഞാൻ പറയുന്ന പോലെ ഫസ്റ്റ് സെക്കൻഡ് പറഞ്ഞു. ആദ്യം 1 2 3 4 കിളികളെ വേടം കുരുക്കും കഥയ്ക്ക് ഉത്തരം ചേരുവാൻ കൂടാമോ? കഴിഞ്ഞോ? ഇത് വീട്ടിനാങ്കൊള്ളി സിനിമയ്ക്കത്തുള്ള പാട്ടാ. കേറിയകത്ത് വേറെന്താ കഴിവുണ്ട്? നൃത്തം ഉണ്ടോന്ന്? നാടോടി നൃത്തം. നിന്റെ നൃത്തത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറവും കൂടെ ഉള്ളു. വാ അതിവിടെ കളി. പുഞ്ചക്കതിർ കൊടിയെ ചൊല്ല്, പുള്ളിക്കുയിലാളെ ചൊല്ല്, പുഞ്ചവയിൽ 100 മേനി വിളവെടുക്കാനോ, 10 പദമളന്നാൽ കോളടിക്കൂലോ. ടീച്ചർ അവിടെ ക്ലാസ്സിൽ നിന്ന് പോയി. എങ്ങനെ പോകാൻ നോക്കി ഇരിക്കുവായിരുന്നു അവള്. ഇവിടെ ക്ലാസ് കെട്ടിട്ട് പോകാൻ നോക്കും. ഇങ്ങാർക്കിത് എന്താത്തിന്റെ കേടാ? എനിക്ക് അറിയാൻ വയ്യാത്ത ചോദിക്കുക. എനിക്ക് തോന്നിയത് എന്തോന്നറിയാമോ? പുള്ളിക്കാരനെ നമ്പർ തെറ്റിയൊന്നും വിളിക്കുവല്ല, ഇത് മനഃപൂർവ്വം വിളിക്കുക. ആരാ ടീച്ചറെ? ചാക്കോ സാറേ. ചാക്കോ സാർ നമ്പർ തെറ്റി വിളിക്കുന്നതല്ല, പിന്നെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.